നമസ്കാരം. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ സംബന്ധിച്ച് നിരവധി നിഗൂഢതകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. 15 വർഷത്തെ തന്റെ ഭരണകാലത്ത് ഒരു തവണ പോലും കിം തന്റെ അമ്മയുടെ പേര് പരസ്യമായി പരാമർശിച്ചിട്ടില്ല. കൊറിയൻ ജനതയുടെ ഐതിഹാസിക സ്ഥാപനവുമായി ബന്ധപ്പെട്ട പൈതക് രക്തപരമ്പരയിലാണ് കിമ്മിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ നിയമസാധുത നിലനിൽക്കുന്നത്. പാരമ്പര്യ ശുദ്ധിയെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു രാജ്യത്ത് കിമ്മിന്റെ അമ്മയുടെ യഥാർത്ഥ സ്വത്വം കേവലം ഒരു രഹസ്യം മാത്രമല്ല, മറിച്ച് ഭരണകൂടത്തിന് തന്നെ വലിയ ഒരു ഭീഷണിയായി മാറുകയാണ്. കൊറിയയുടെ സ്ഥാപകനായ കിം ഉൽ സുങ്ങിന്റെ പാത പിന്തുടരുന്ന പൈത്തു രക്തപരമ്പരയിലെ കിമ്മിന്റെ ഭരണകൂടം നിയമസാധുത കണ്ടെത്തുന്നത്. എന്നാൽ കിമ്മിന്റെ അമ്മ കോ യോങ് ഹുയുടെ പശ്ചാത്തലം ഇതിന് ഘടകവിരുദ്ധമാണ്. ജപ്പാനിലെ ഒസാക്കയിൽ 1952 ജനിച്ച കോ യോങ് ഹുയി സൗജന്യ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതികൾ ആകൃഷ്ടരായി ഉത്തര കൊറിയയിലേക്ക് കുടിയേറിയ സെയിൻചി കുടുംബമായിരുന്നു. ഉത്തര കൊറിയയിൽ സാമൂഹിക വർഗീകരണമായ സോങ്ബണിൽ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ജേപ്പോ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ. വിദേശ ആശയങ്ങളാൽ മലിനമാക്കപ്പെട്ടവരായി കണക്കാക്കപ്പെടുന്ന ജേപ്പോ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകനാണ് പരമോന്നത നേതാവ് എന്നത് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. മാനസുഡെ ആർട്ട് ഗ്രൂപ്പ് അംഗമായിരുന്ന കൊയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി കിം ജോങ് ഉൽ ഇവരെ വോൺസാൻ നഗരത്തിൽ രഹസ്യമായി താമസിപ്പിക്കുകയായിരുന്നു. കിം ഉൽ സുങ്ങിന്റെ അംഗീകാരം ലഭിക്കാത്ത ഈ ബന്ധത്തിൽ ജനിച്ച കിം ജോങ് ഉൻ സഹോദരങ്ങളെ പിന്തള്ളിയാണ് അധികാരത്തിൽ എത്തിയത്. തന്റെ അമ്മയുടെ പശ്ചാത്തലം പുറത്തു വന്നാൽ അത് ഉത്തര കൊറിയയിൽ ഒരു അറ്റോമിക് ബോംബ് വീഴുന്നതിന് തുല്യമായിരിക്കുമെന്ന്, അതായത് അതിന് തുല്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുൻ നയതന്ത്രജ്ഞനായ ryuho ഹ്യൂൻ വ്യൂ നിരീക്ഷിക്കുന്നുണ്ട്. ജന്മദിനം ദേശീയ അവധിയായി പ്രഖ്യാപിക്കാത്തതും പത്നിയായി റിസോൾ ജുവിനെ നേരത്തെ തന്നെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയതും കിം ജോങ് ഉന്നിന്റെ അരക്ഷിതാവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. അമ്മയുടെ യഥാർത്ഥ സ്വത്വം കിമ്മിന്റെ സിംഹാസനത്തിന് വലിയ ഭീഷണിയാകും എന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൂട്ടൽ. എന്താവും കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.